എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാറ്റൂരിൽ നിന്ന് പുറത്തുവന്ന അത്യന്തം നടുക്കം നിറയ്ക്കുന്ന ക്രൈം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിലെ 19-കാരിയായ ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതായത് ഞായറാഴ്ച വെളുപ്പിനെ ചിത്രപ്രിയ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. നാട് മുഴുവൻ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ ആളൊഴിഞ്ഞ പറമ്പിലായി ചിത്രപ്രിയ ജീവനറ്റ് കിടക്കുകയായിരുന്നു. ജീർണിച്ചു തുടങ്ങിയ മൃതദേഹം ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞാണ് കണ്ടെത്തിയത്. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷിനിയുടെയും മകളായ ചിത്രപ്രിയയെ സുഹൃത്ത് അലൻ കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വീട്ടിലേക്ക് എത്തിയത്. കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ചിത്രപ്രിയയുടെ അമ്മ ഷിനി. വനം വകുപ്പിൽ താൽക്കാലിക ഫയർ വാച്ചറാണ് പിതാവ് ഷൈജു. സഹോദരൻ അഭിജിത്ത് വോളിബോൾ കളിക്കുകയും കലാപ്രവർത്തനങ്ങളിലടക്കം സജീവമായി ഇടപെടുകയും ചെയ്തിരുന്ന പെൺകുട്ടിയായിരുന്നു ചിത്രപ്രിയ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശനിയാഴ്ച രാത്രി മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് വീടിന് സമീപത്തെ അയ്യപ്പ സേവാ സംഘം ദേശവിളക്കിൽ ചിത്രപ്രിയയും അമ്മയും പങ്കെടുത്തിരുന്നു. തുടർന്ന് രാത്രി 11 മണിയോടെ ഇരുവരും വീട്ടിലേക്കെത്തി. തുടർന്ന് വസ്ത്രം മാറിയ ശേഷം അടുത്തുള്ള കടയിൽ പോയി വരാമെന്ന് പറഞ്ഞ് ചിത്രപ്രിയ പുറത്തേക്ക് പോവുകയായിരുന്നു. രാത്രി വൈകിയും തിരിച്ചെത്താതായതോടെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. ചടങ്ങ് നടക്കുന്നിടത്തേക്ക് വീണ്ടും പോയി എന്നാണ് വീട്ടുകാർ കരുതിയത്. എന്നാൽ പിന്നീടും വിവരമൊന്നും ലഭിക്കാതായതോടെ കാലടി പോലീസിലേക്ക് പരാതി എത്തി. പോലീസിന്റെ അന്വേഷണം തുടർന്നെങ്കിലും കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല. അന്വേഷണത്തിനിടയിൽ അലന്റെ ഒപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്ന ചിത്രപ്രിയയുടെ CCTV ദൃശ്യം പോലീസ് കണ്ടെത്തി. ഞായറാഴ്ച വെളുപ്പിന് 1:53 കൊല്ലപ്പെട്ട സ്ഥലത്തു നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരിടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. മറ്റൊരു ബൈക്കിൽ 2 പേർ കൂടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അടുത്തറിയുന്നവരാണ് ചിത്രപ്രിയയും അലനും. പിന്നീട് ഇവർ തമ്മിൽ അടുപ്പത്തിലായെന്നും അടുത്ത കാലത്തായി തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും ബന്ധം വേർപെട്ടു എന്നുമാണ് വിവരങ്ങൾ വരുന്നത്. എങ്കിലും ഇരുവരും തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ചിത്രപ്രിയയ്ക്ക് മറ്റു ബന്ധമുണ്ടോ എന്ന സംശയമാണ് ഈ തർക്കത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കല്ലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് അലൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സംഭവം നടക്കുമ്പോൾ മദ്യപിച്ചിരുന്നുവെന്ന് അലൻ പറയുന്നുണ്ട്. മലയാറ്റൂർ കുരിശുമുടി മലയിലേക്ക് പോകുന്ന നക്ഷത്ര തടാകത്തിനടുത്ത് മണപ്പാട്ടുചിറയിലെ സെബിയൂർ റോഡിനടുത്തുള്ള പറമ്പിലായിട്ടാണ് ഈ മൃതദേഹം കിടന്നത്. എന്നാൽ കാടും പടലവും ഒക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് ഈ പറമ്പ്. സമീപത്തായി ഒരു വാഹനവും പാർക്ക് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉടമസ്ഥർ വാഹനം എടുക്കുവാൻ എത്തിയിരുന്നില്ല. കല്ലുകൊണ്ടുള്ള ഇടിയേറ്റ് വീണ ഞായറാഴ്ച വെളുപ്പിന് മുതൽ കണ്ടെത്തുന്ന ചൊവ്വാഴ്ച ഉച്ചവരെ ചിത്രപ്രിയയുടെ മൃതദേഹം അവിടെ കിടന്നു. അപ്പോഴും ചിത്രപ്രിയയെ തിരഞ്ഞുകൊണ്ടിരുന്ന കുടുംബത്തോട് നാട്ടുകാരിൽ ചിലരാണ് പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന കാര്യം അറിയിക്കുന്നത്. മാതാപിതാക്കളും മറ്റുള്ളവരും ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധിച്ചതോടെയാണ് മകളാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നാലെ ഇവർ പോലീസിനെ വിവരമറിയിച്ചു. സംഭവശേഷം സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട അലൻ തിങ്കളാഴ്ചയാണ് പിന്നീട് മടങ്ങിയെത്തിയത്. CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും പിന്നീട് ജംഗ്ഷനിൽ ചിത്രപ്രിയയെ ഇറക്കി വിട്ടുവെന്ന മൊഴിയുമാണ് ഈ അലൻ നൽകിയത്. വിട്ടയച്ചെങ്കിലും മൃതദേഹം കണ്ടെത്തിയതോടെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും രാത്രിയുടെ പ്രിവന്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് BNSS 170 അനുസരിച്ച് പ്രിവന്റീവ് അറസ്റ്റ് എന്ന് FIRൽ എഴുതിയത്. സമീപത്തു നിന്ന് രക്തം പുരണ്ട ഒരു വെട്ടുകല്ല് പോലീസ് കണ്ടെടുത്തിരുന്നു. എങ്കിലും ഇവിടെ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. തലയോട്ടിക്കുള്ളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി മരണം ഉണ്ടാവുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലെ മരണകാരണം വ്യക്തമാകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും കൊലപാതക കേസിൽ അലന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ചിത്രപ്രിയയെ കാണാതായിട്ടും കൂസിലൊന്നും പുറത്തു കാട്ടാതെയായിരുന്നു അലന്റെ നീക്കങ്ങൾ. ചിത്രപ്രിയയുമൊത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് അലനെ പിടികൂടുന്നതിൽ നിർണായകമായതും. ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അപ്പോഴും ഒന്നും അറിയില്ലെന്ന ഭാവമായിരുന്നു. വെൽഡറും ഡ്രൈവറുമായി ജോലി നോക്കുകയായിരുന്നു അലൻ. ലഹരിക്ക് അടിമയാണോ എന്നടക്കമാണ് പോലീസ് സംശയിക്കുന്നത്. കമഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു ചിത്രപ്രിയയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. ബാസ്കറ്റ്ബോൾ കളിക്കാരിയുമായിരുന്ന ചിത്രപ്രിയ കൊലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ, നീലേശ്വരം SNDP സ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠിച്ചത്. ചിത്രപ്രിയ നീലേശ്വരം SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തീകരിച്ച ശേഷം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പാസ്സായി.
ബംഗളൂരുവിൽ BBA ഏവിയേഷൻ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു. ചിത്രപ്രിയയെ കാണാതായപ്പോൾ തന്നെ അലനെ തേടി പോലീസ് എത്തുകയായിരുന്നു. ശനിയാഴ്ച മുതൽ പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത്. മലയാറ്റൂർ അടിവാരത്തിൽ നിന്ന് സെബിയൂർക്ക് വരുന്ന റോഡിൽ വെച്ച് പിരിഞ്ഞതായും മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം ചിത്രപ്രിയ പോയിട്ടുണ്ടാകുമെന്നുമായിരുന്നു ആദ്യം പറഞ്ഞത്. പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ചപ്പോഴും സമാന മറുപടിയാണ് നൽകിയത്. അലന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ നിരവധി തവണ പെൺകുട്ടിയെ വിളിച്ചതായി കണ്ടെത്തുകയായിരുന്നു. ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ട പ്രദേശത്തിന് സമീപത്തെല്ലാം അലനുമൊത്ത് പോലീസ് എത്തി. അപ്പോഴും കുലുക്കമുണ്ടായിരുന്നില്ല. മൃതദേഹം കണ്ടെത്തിയതോടെ പതറി. വിശദമായ ചോദ്യം ചെയ്യലിൽ സംഭവിച്ചതെല്ലാം വെളിപ്പെടുത്തി. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കം അന്വേഷിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മദ്യലഹരിയിൽ താൻ കൊലപാതകം നടത്തിയെന്നാണ് ഈ പ്രതി പോലീസിനോട് സമ്മതിച്ചത്. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും പ്രതിയാളനും പഠനകാലം മുതൽക്ക് തന്നെ സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ സൗഹൃദം വീട്ടുകാർക്കും അറിയാം. ചിത്രപ്രിയ ബംഗളൂരുവിൽ പഠിക്കാൻ പോയതു മുതൽ ഇരുവരും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു. ബംഗളൂരുവിൽ ചിത്രപ്രിയയ്ക്ക് മറ്റൊരു സുഹൃത്തുണ്ടെന്ന അലന്റെ സംശയമാണ് ഈ പ്രശ്നത്തിന് ഇടവെച്ചത്. ഈ വിഷയത്തെ ചൊല്ലി ഇരുവരും തർക്കങ്ങൾ തമ്മിൽ പതിവായി. സംഭവം നടന്ന ദിവസം ചിത്രപ്രിയയുടെ അച്ഛൻ ഷൈജുവും അമ്മ ഷിനിയും നാട്ടിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ അയ്യപ്പൻ വിളക്കിൽ പങ്കെടുക്കുവാനാണ് പോയത്. താലപ്പൊലിയിൽ പങ്കെടുക്കാൻ മകൾ എത്താതിരുന്നപ്പോൾ അച്ഛൻ ചിത്രപ്രിയ ഫോണിലേക്ക് വിളിച്ചു സംസാരിച്ചു. ഉടൻ എത്താമെന്ന് പറഞ്ഞ മകൾ ഏറെ വൈകിയും വരാതായപ്പോൾ അലനെയും ഫോണിലേക്ക് ബന്ധപ്പെട്ടു. സെബിയൂർ റോഡിൽ ചിത്രപ്രിയ ഇറക്കി താൻ മടങ്ങി എന്നായിരുന്നു അലന്റെ മറുപടി. പിന്നീട് ചിത്രപ്രിയ പലവട്ടം വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്നാണ് ചിത്രപ്രിയയുടെ മാതാപിതാക്കൾ കാലടി പോലീസിൽ പരാതി നൽകിയത്. പെൺകുട്ടിയോട് സംസാരിച്ചിരുന്ന എക്സ്ട്രാ ടെലിഫോൺ ഡേറ്റുകളും തെളിവുകളും അടക്കം പോലീസ് പരിശോധിക്കവെയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ഫോണിൽ മറ്റൊരു ആൺ സുഹൃത്തിന്റെ ചിത്രങ്ങൾ അലൻ കണ്ടതായി പറയുന്നുണ്ട്. ഇതേ തുടർന്നുള്ള പ്രകോപനമാണ് പ്രതി ആക്രമിക്കുകയും കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിക്കുകയാണ്. ചിത്രപ്രിയെ കാണാതാകുന്നതിന് മുൻപ് ഇരുവരും ഫോണിൽ സംസാരിച്ചു എന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. കാമുകിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് മൊഴി. മൃതദേഹത്തിന് സമീപത്തായി രക്തം പടർന്നൊഴുകിയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ മറ്റു 2 യുവാക്കളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. തലക്കേറ്റ ഗുരുതര പരിക്കാണ് 19-കാരിയായ ചിത്രപ്രിയയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അമ്പലത്തിലെ ഉത്സവത്തിനായാണ് ചിത്രപ്രിയ ബംഗളൂരിൽ നിന്ന് മലയാറ്റൂരിൽ എത്തിച്ചത്. എന്നാൽ കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് തിരികെ എത്തിയില്ല. അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനും കഴിഞ്ഞില്ല. തലയിൽ ഒന്നിലേറെ ഭാഗത്തായി ഗുരുതര പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നും ആന്തരിക രക്തസ്രാവവും മരണകാരണത്തിന് ഇടയാക്കിയെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വൈകിട്ടോടെ അലന്റെ അറസ്റ്റ് കാലടി പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. മലയാറ്റൂരിൽ ക്ഷേത്രത്തിൽ താലമെടുക്കുവാൻ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വീട്ടിലെത്തിയ ചിത്രപ്രിയയ്ക്ക് സംഭവിച്ച ഈ ദാരുണാന്ത്യം നാടിനെ ആകെ വേദനയിലാക്കി. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും സുഹൃത്ത് അലനും തമ്മിൽ നേരത്തെ പലവട്ടം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. പെൺകുട്ടിക്ക് വേറെ അടുപ്പമുണ്ടെന്ന സംശയമായിരുന്നു ഇത്. കൊലപാതകം നടന്ന ദിവസം കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. മൃതദേഹത്തിന് സമീപം ഒഴിഞ്ഞ മദ്യക്കുപ്പിയും 2 സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളുമാണ് കണ്ടെത്തിയത്.